എല്ലാവർക്കും നമസ്കാരം. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക്, ഓരോ മന്ത്രങ്ങളുടെയും അർത്ഥതലങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഒരു യജ്ഞം പോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട ഒന്നാണ് ലളിതാ സഹസ്രനാമം. ലളിതാ സഹസ്രനാമ യജ്ഞം എന്ന് പറയുന്നത് നിത്യവും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്തുകൊണ്ട് സാക്ഷാൽ ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് നമുക്ക് ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ ഉത്ഭവം. ഹയഗ്രീവ അഗസ്ത്യ മഹർഷി സംവാദം രൂപേണയാണ് നമുക്ക് ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത്. അപ്പോൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഉത്ഭവം വശന്യാദി വാഗ്ദേവതകളാണ് ലളിതാ സഹസ്രനാമം രചിച്ചത്. സാക്ഷാൽ ലളിതാ പരമേശ്വരി തന്നെ സ്തോത്രം ചെയ്യാൻ ഒരു ഗ്രന്ഥം രചിക്കണം എന്ന് വശന്യാദി വാഗ്ദേവതകളോട് ആജ്ഞാപിച്ചതിന് പ്രകാരം വശന്യാദി ദേവതകളാണ് അതീവ രഹസ്യമായിരിക്കുന്ന ലളിതാ സഹസ്രനാമം എഴുതിയത്. അതായത് ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രത്യേകത അതിൽ ഓരോ നാമാവലികളും മന്ത്രങ്ങളാണ് എന്നത് തന്നെയാണ്. മറ്റു സഹസ്രനാമങ്ങളിൽ നിന്ന് ലളിതാ സഹസ്രനാമത്തെ വ്യത്യസ്തമാക്കുന്നത്, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമത്തിന് ഇത്രയധികം പ്രാധാന്യം ലഭിക്കാൻ കാരണം അതിൻ്റെ ഓരോ നാമങ്ങളും മന്ത്രങ്ങളാണ് എന്നും അത് അതീവ രഹസ്യ നാമങ്ങളാണ്, അതീവ രഹസ്യ മന്ത്രങ്ങളാണ് എന്നുമാണ്. അതുകൊണ്ട് തന്നെയാണ് ലളിതാ സഹസ്രനാമത്തെ രഹസ്യ സഹസ്രനാമം എന്നുകൂടി ഒരു പേരുണ്ട് ലളിതാ സഹസ്രനാമത്തിന്. ലളിതാ സഹസ്രനാമം ആരാണോ ഭക്തിയോടുകൂടി മുടങ്ങാതെ ജപിക്കുന്നത് അവർക്ക് ജീവിതത്തിൽ അന്നത്തിനോ വസ്ത്രത്തിനോ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കൂടാതെ ആധ്യാത്മികമായ ഉന്നത അവസ്ഥകളിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നും ലളിതാ പരമേശ്വരി തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതായത് ലളിതാ സഹസ്രനാമം ദേവി വന്ന ഒരു സഭയിൽ വശന്യാദി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുകയാണ്. ഇത് കേട്ട് ദേവി വളരെയധികം സന്തുഷ്ടയാവുകയും ദേവി തന്നെ പറയുകയാണ്, ആ സഭയിൽ രുദ്രന്മാർ, എല്ലാ വൈഷ്ണവരെ, എല്ലാ ദേവതമാരും, എല്ലാ ദേവതാ സ്വരൂപങ്ങളും സന്നിഹിതരായിട്ടുണ്ടായിരുന്നു. ആ സഭയിൽ വെച്ച് വശന്യാദി വാഗ്ദേവതകൾ എഴുതിയ ലളിതാ സഹസ്രനാമം അവർ തന്നെ പാരായണം ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ പാരായണം കേട്ടിട്ട് ദേവി അതീവ സന്തുഷ്ടയാവുകയും ദേവി തന്നെ അരുളി ചെയ്യുകയാണ്, എന്നെ ഈ സ്തോത്രം മുഖേന ആരാണോ ആരാധിക്കുന്നത് അവർക്ക് ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടാവില്ല, അവരുടെ എല്ലാ കാര്യങ്ങളെയും ഞാൻ തന്നെ ഏറ്റെടുക്കും എന്ന് ദേവി അരുളി ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ലളിതാ സഹസ്രനാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി ഉള്ള ഓരോ ക്ലാസ്സുകളും, അടുത്ത ക്ലാസ്സുകളും അതുപോലെ പിന്നീടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളും 97 47 24 17 72 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ താല്പര്യപ്പെടുന്നു. ഹരി ഓം.